ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്ന പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3:10-11. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാരണം പ്രാപിക്കണമെന്നും വച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. പ്രിയരെ, ഈ 2 വാക്യങ്ങൾക്കകത്ത് അനേകം ആത്മിക മർമ്മങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. അതിനകത്ത് നിന്ന് ഒരു പദം മാത്രം അടർത്തിയെടുത്ത് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞ് അതിനുശേഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ വെളിപ്പെട്ട പുനരുദ്ധാരണത്തിൻ്റെ ശക്തി, അതിനെക്കുറിച്ച് വായിക്കണമെന്നല്ല, പൗലോസ് സഭയോട് പറയുകയാണ്, ആ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിലധികം കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗൗരവമുള്ളൊരു ചിന്തയാണ് പുനരുദ്ധാരണത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം. ഈ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി എത്ര വലുത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ മത്തായി സുവിശേഷം 27-ാം അധ്യായം 65-66 വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കണം. യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരം ആ ശരീരം അരമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. അതിനുശേഷം പീലാത്തോസ് പറയുന്ന കാര്യങ്ങൾ 2 വാക്യങ്ങൾക്കകത്ത് മത്തായി 27-ന്റെ 65-66 വാക്യങ്ങൾക്കകത്ത് എഴുതിയിട്ടുണ്ട്. പീലാത്തോസ് അവരോട്, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. പ്രിയരെ, കല്ലറയിൽ ഇരുന്ന യേശുവിൻ്റെ ശരീരത്തിലേക്ക് പുനരുദ്ധാരണത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനിടയായി തീർന്നു. ആ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി കല്ലറയിൽ വെളിപ്പെടുമ്പോൾ അവിടുത്തെ സാഹചര്യം ഇതാണ്: കാവൽക്കൂട്ടം കാത്തുകൊണ്ട് പുറത്തു നിൽപ്പുണ്ട്. കല്ലറയുടെ വാതിൽക്കൽ വലിയൊരു കല്ലുരുട്ടി വെച്ച് പീലാത്തോസിന്റെ ഇമ്പീരിയൽ മുദ്ര അതിന്മേൽ പതിപ്പിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും പുനരുദ്ധാരണത്തിന്റെ ശക്തി കല്ലറയ്ക്കകത്ത് വെളിപ്പെട്ടപ്പോൾ ഒന്ന്, യേശുവിൻ്റെ ശരീരത്തിൽ ജീവൻ വെളിപ്പെടുവാനിടയായി തീർന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ വെളിപ്പെട്ടു. പൗലോസ് പറയുകയാണ്, ഈ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മരിച്ചിരിക്കുന്ന അവസ്ഥകളെ, മരിച്ചിരിക്കുന്ന അനുഭവങ്ങളെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് നാം തിരിച്ചറിയണം. ഈ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി നമ്മുടെ ഭവനത്തിനകത്ത് വ്യാപരിക്കപ്പെട്ടാൽ, ബന്ധങ്ങൾക്കകത്ത് വ്യാപരിക്കപ്പെട്ടാൽ, ഉപജീവന മാർഗത്തിന്റെ അകത്ത് വ്യാപരിക്കപ്പെട്ടാൽ, അല്ല നാമുമായി ബന്ധമുള്ള ഏതെങ്കിലുമൊക്കെ മേഖലകൾ മരിച്ച അനുഭവത്തിലാണെങ്കിൽ ഈ പ്രഭാതത്തിൽ അങ്ങനെ തന്നെ പറയാം, പുനരുദ്ധാരണത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കുവാനിടയായി തീരണം. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, കല്ലറയ്ക്കകത്തിരുന്ന ശരീരത്തിലേക്ക് പുനരുദ്ധാരണത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അത് ജീവനുള്ളതായി മാറി.
ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ബന്ധങ്ങളായിരിക്കും മരിച്ചു പോയത്, അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയായിരിക്കും മരിച്ചു കിടക്കുന്നത്. ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ മരിച്ച് നിരാശയോടെ നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ഈ രാവിലെ ഈ തിരുവചനം പ്രതീക്ഷയും പ്രത്യാശയും നൽകി തരട്ടെ. പുനരുദ്ധാരണത്തിന്റെ ശക്തി മരിച്ചതിനെ ജീവിപ്പിക്കും. രണ്ടാമത്തെ കാര്യം ഇതാണ്, ആ കല്ലറയ്ക്ക് ചുറ്റും ഒരു കാവൽക്കൂട്ടം ഉണ്ടായിരുന്നു. പീലാത്തോസിന്റെ കാവൽക്കൂട്ടം. അധികാരങ്ങളും ആയുധങ്ങളും പിടിച്ചുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി സേവ ചെയ്യുന്ന കാവൽക്കൂട്ടത്തെ യേശുവിൻ്റെ കല്ലറയ്ക്ക് ചുറ്റും നിർത്തിയിരുന്നു. ആമേൻ. ഉയർത്തെഴുന്നേറ്റാലും പുറത്തു വരാതിരിക്കേണ്ടതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന കാവൽക്കൂട്ടം. ഇന്ന് രാവിലെ അവിടെ നിർത്തി ഞാൻ ഒരു ആത്മിക ദൂത് പറയാം. അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, വിടുതലിലേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞ് നാളുകൾ കൊണ്ട് വെല്ലുവിളിക്കുന്ന പൈശാചിക അധികാരങ്ങൾ കുടുംബത്തിന് ചുറ്റും, വ്യക്തികൾക്ക് ചുറ്റും കൂട്ടം കൂടി കാവൽ നിന്നാലും ഈ രാവിലെ തിരിച്ചറിയുക, പുനരുദ്ധാരണത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ കാവൽക്കൂട്ടം മയങ്ങി വീഴുക തന്നെ ചെയ്യും. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് അറുതി വരുന്ന, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ മുൻപിലേക്ക് വിടത്തില്ല, പുറത്തു വരാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന കാവൽക്കൂട്ടം തകരപ്പെടുവാനിടയായി തീരും. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഒരു വലിയ കല്ല് ഈ കല്ലറയുടെ വാതിലിൽ ഉരുട്ടി വച്ചിരുന്നു. കല്ലറയ്ക്കകത്ത് പുനരുദ്ധാരണത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടപ്പോൾ കല്ലറയുടെ വാതിൽ തുറക്കപ്പെടുവാനിടയായി തീർന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളും അടച്ച് പിശാച് കല്ലുരുട്ടി വച്ചിരിക്കുന്നെങ്കിൽ, പ്രതികൂലങ്ങളെ കൊണ്ടുവച്ചിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ വാക്യത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, പുനരുദ്ധാരണത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഉരുട്ടി വച്ചിരുന്ന കല്ലുകൾ തനിയെ ഉരുണ്ടുമാറി ചിലത് പുതുതായി തുറക്കപ്പെടുവാനിടയായി തീരും. ചില ഓപ്പണിങ്ങുകൾ ഉണ്ടാകും. ആമേൻ. ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഈ രാവിലെ ആ വിഷയങ്ങളും ഈ വാക്യവുമായി ഒന്ന് ചേർത്ത് വയ്ക്കാമോ? ആ മേഖലകളിൽ പുനരുദ്ധാരണത്തിന്റെ ശക്തി വ്യാപരിക്കും. പൗലോസ് അതാണ് പറയുന്നത്, ആ ശക്തി എനിക്ക് അനുഭവിക്കണം. മൂന്നാമത്തെ കാര്യമാണ്, ഈ കല്ലിന് മുദ്ര വച്ചിരുന്നു. രാജാവിന്റെ അധികാരത്തിന്റെ മുദ്ര കിടന്നതുകൊണ്ട് ലോകത്തിൽ ഒരു ശക്തികൾക്കും അതിനെ തകർക്കുവാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ പുനരുദ്ധാരണത്തിന്റെ ശക്തി ചില മുദ്രകളെ പൊട്ടിച്ചെറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളുകൾ കൊണ്ട് മുദ്രയടിച്ച് മുൻപിലേക്ക് പോകാൻ വിടത്തില്ലെന്ന് പറഞ്ഞ്, ഈ കല്ലറയിൽ നിന്ന് പുറത്തു വരാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പോരാട്ടിയ പോരാട്ടങ്ങളെ ആയുധവർഗം വയ്പ്പിച്ച് തോൽപ്പിച്ചതാണ് പുനരുദ്ധാരണത്തിന്റെ ശക്തി എന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം. പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, പുനരുദ്ധാരണത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. നിശ്ചയമായിട്ടും നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്കകത്ത് പുനരുദ്ധാരണത്തിന്റെ ശക്തി വെളിപ്പെടുവാനും ഇടപെടുവാനും തുടങ്ങും. അങ്ങനെ സംഭവിച്ചാൽ മരിച്ചത് ജീവിക്കുവാനിടയായി തീരും. ചില കാവൽക്കൂട്ടങ്ങൾ മയങ്ങി വീഴുവാനായി തുടങ്ങും. ചില കല്ലുകൾ ഉരുണ്ടുമാറുവാനായി തുടങ്ങും. വഴി തുറക്കും. മാത്രമല്ല ചില മുദ്രകൾ, ആമേൻ, ഉടഞ്ഞു പോകും. ദൈവകൃപയാൽ വലിയൊരു ദൈവപ്രവൃത്തി, ദൈവിക ഇടപെടൽ, ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്ന നല്ലൊരു പ്രഭാതമായി തീരും. നിങ്ങളുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം ദൈവത്തോട്. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽ ആരെങ്കിലും ഈ സന്ദേശത്തിന്റെ മുൻപിൽ പുനരുദ്ധാരണത്തിന്റെ ശക്തി അനുഭവിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, വിഷയങ്ങളുടെ മീതെ പുനരുദ്ധാരണത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
സഹായിക്കും, പൊന്നുകരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായിട്ട് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോ, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചോ. ആ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, മെസ്സേജ് അയക്കാവുന്നതാണ്. നിശ്ചയമായിട്ടും കർത്താവ് വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ.